പഞ്ചബാണനെഴുന്നള്ളും നെഞ്ചിലുള്ള കിളി ചൊല്ലി എല്ലാം എല്ലാം അറിയുന്ന പ്രായമായില്ലേ ഇനി മിന്നും പൊന്നും അണിയാൻ കാലമായില്ലേ എന്തിനായി നീടം കണ്ണിൻ തടം തുടിച്ചു എന്തിനായി നീ വലം കയ്യാൽ മുഖം മറച്ചു ആരിന്നു നിൻ സ്വപ്നങ്ങളിൽ തേൻതുള്ളി തൂകി ഏകാകിയാകും പൂർണ്ണേന്ദുവല്ലേ ആരിന്നു നിൻ സ്വപ്നങ്ങളിൽ തേൻതുള്ളി തൂകി ഏകാകിയാകും പൂർണ്ണേന്ദുവല്ലേ താരുണ്യമേ പൂത്താലമായി തേടുന്നുവോ ഗന്ധർവനെ എന്തിനായി നീടം കണ്ണിൻ തടം തുടിച്ചു എന്തിനായി നീ വലം കയ്യാൽ മുഖം മറച്ചു ആരിന്നു നിൻ വള്ളിക്കൊടിൽ വാതിൽ തുറന്നു ഹേമന്തരാവിൻ പൂന്തിന്നലായി ആരിന്നു നിൻ വള്ളിക്കൊടിൽ വാതിൽ തുറന്നു ഹേമന്തരാവിൻ പൂന്തിന്നലല്ലേ ആനന്ദവും ആലസ്യവും പുൽകുന്നുവോ നിർമാല്യമായി എന്തിനായി നീടം കണ്ണിൻ തടം തുടിച്ചു എന്തിനായി നീ വലം കയ്യാൽ മുഖം മറച്ചു പഞ്ചബാണനെഴുന്നള്ളും നെഞ്ചിലുള്ള കിളി ചൊല്ലി എല്ലാം എല്ലാം അറിയുന്ന പ്രായമായില്ലേ ഇനി മിന്നും പൊന്നും അണിയാൻ കാലമായില്ലേ എന്തിനായി നീടം കണ്ണിൻ തടം തുടിച്ചു എന്തിനായി നീ വലം കയ്യാൽ മുഖം മറച്ചു വെരി ഗുഡ്. ശിവനന്ദ ചേച്ചി ശിവനന്ദ നാടിന്റെ അഭിമാനം. ബ്യൂട്ടിഫുൾ ആയിരുന്നു ശിവനന്ദ. താങ്ക് യു ചേച്ചി. സൂപ്പർ ആയിട്ട് പാടി. ജഡ്ജസ് ഒക്കെ ഭയങ്കര ഇംപ്രസ്ഡ്. ശരത് സാറൊക്കെ കമന്റ് പറയാൻ വെയിറ്റ് ചെയ്യാന്ന് ചോദിക്കാം നമുക്ക്. ചോദിക്കാം. ഭയങ്കര വെയിറ്റ് ചെയ്യുന്നുണ്ടോ സാർ? അതെ അതെ ആണോ? പെട്ടെന്ന് ചോദിക്കും എന്താ പെട്ടെന്ന് ഇപ്പൊ തന്നെ നീ ചോദിക്കും ചോദിച്ചോ, ഡയറക്റ്റ് ചോദിച്ചോ. ശരത് സാർ ശിവനന്ദ, സാർ ഒരു നല്ല സുന്ദരമായിട്ടുള്ള ഒരു പാട്ട്. എന്ത് സുഖമാണ് അത് കേൾക്കാൻ. അത് നമ്മളെ നീ പാടുമ്പോഴൊക്കെ ഞാൻ രവീന്ദ്ര മാഷിനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. സത്യം, ഞാൻ വേറെ ആരെയും ചിത്ര ചേച്ചിയെ പോലും ആലോചിച്ചില്ല. രവീന്ദ്ര മാഷിനെ കുറിച്ചുള്ള കുറേ ഓർമ്മകളായിരുന്നു എൻ്റെ തലയിൽ. നന്നായിട്ട് പാടി ശിവനന്ദ കേട്ടോ. താങ്ക് യു സാർ. പക്ഷെ എനിക്ക് ആകെ ഉള്ള ഒരു ഒറ്റ ഏരിയ എന്ന് പറഞ്ഞ് ഈ തുടിച്ചു മറച്ചു അത് ഒന്ന് കുറച്ച് നേരെ ചൊവ്വേ വരാമോ? എന്തിനായി നിന്നിടം കണ്ണിൻ തടം തുടിച്ചു. നൈസ്. അടുത്തതും കൂടെ. എന്തിനായി നീ വലം കയ്യാൽ മുഖം മറച്ചു. നൈസ്. ഇപ്പം വന്നല്ലോ. അത് ഇതൊക്കെ കണ്ണു കിട്ടാതിരിക്കാൻ പറയാ കേട്ടോ, വേറൊന്നുമില്ല.
കാര്യം ഇത് അത്ര ഈസി ആയിട്ട് പാടിയിട്ട് പോകാനും പറ്റത്തില്ല. കേൾക്കുമ്പോൾ ഒരു സുഖവും ഉണ്ടെന്നേ ഉള്ളൂ. പാടി നോക്കുമ്പോൾ നമ്മുടെ കട്ടയും പടവും മടങ്ങും കേട്ടോ. അപ്പം ശിവനന്ദ നന്നായിട്ട് പാടി. താങ്ക് യു സർ. നന്നായിരുന്നു. Thank you, നൈസ് sir. നൈസ്. താങ്ക് യു സർ. MT സർ. ശിവനന്ദ സർ. സൂപ്പറായിട്ട് പാടി, താങ്ക് യു സർ. അസലായിട്ട് പാടി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സിംഗ് ദിസ് സോങ്. എസ്പെഷ്യലി ആ ടോപ്പ് പോർഷൻ പോവുമല്ലോ, അവിടൊക്കെ ഞാൻ വിചാരിച്ചു പോവും എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ താഴോട്ടാക്കിയിട്ട് ഒരൊറ്റ പിടുത്തം. ആ നല്ല ഭംഗി, അതും ശബ്ദം. ഗോഡ് ബ്ലെസ് യു. നല്ല പവർഫുൾ വോയിസ് ആണ് കേട്ടോ, നല്ല പവർഫുൾ വോയിസ്. പിന്നെ കുറച്ചൊരു ചെറിയ പേടി തുടക്കത്തിലുണ്ട്, അതൊന്നും പ്രശ്നമല്ല. എന്നാലും ഒരു ടോട്ടാലിറ്റിയിൽ ഇറ്റ് വാസ് വെരി ഗുഡ്. പിന്നെ ഏകാഗിയാകും, അതുപോലെ തന്നെ ആ സെയിം പോർഷൻ തന്നെ ചരണത്തിൽ. വേറെ ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയാനില്ല, കാരണം പാട്ട് നന്നായിട്ട് പാടി. ഓർക്കസ്ട്ര സൂപ്പറായിട്ട് വായിച്ചവർ, കോറസും സപ്പോർട്ട് ചെയ്തു, സൂപ്പർ. അവരും നന്നായിരുന്നു. എല്ലാം കൊണ്ടും ഇറ്റ് വാസ് വെരി ഗുഡ്. പാട്ട് നമ്മൾ അസലായിട്ട് പാടി, യാതൊരു സംശയമില്ല. കാരണം ഒരു കണ്ടസ്റ്റന്റിന് പാടാവുന്നതിന്റെ മാക്സിമം ആണ് പാടിയിരിക്കുന്നത്. വെരി ഗുഡ്. ഓൾ ദ താങ്ക് ബെസ്റ്റ്. യു സർ. ഷാനിക്ക. ശിവനന്ദ സർ. കാലിക്കേടി. താങ്ക് യു സർ. നമ്മൾ ആക്ച്വലി ഈ ഒരു പെർഫോമൻസിനായിരുന്നു നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത് ശിവനന്ദ. കാരണം വേറൊന്നുമല്ല, നല്ലോണം ചിരിച്ച് അങ്ങ് പാടി, നല്ല ആ ഒരു ഇമോഷൻ കംപ്ലീറ്റ് നമ്മളിലേക്ക് എത്തി. എനിക്ക് ആകെ ഫീൽ ചെയ്തത് ആ ഹൈസ് പോകുന്ന സമയത്ത് ചെറുതായിട്ടൊരു ഷ്രീക്ക് പോലത്തെ ഒരു ഫീൽ വന്നു. അതും കൂടെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ശിവനന്ദ ഒരു രക്ഷ ഉണ്ടാവില്ല. സൂപ്പറാണ്. അപ്പൊ അത്രേ ഉള്ളൂ, കലക്കി കേട്ടോ. ഇങ്ങനെ തന്നെ പോട്ടെ, നല്ല മാർക്കും ഉണ്ടാവും. ഓക്കെ, ഓൾ ദി താങ്ക് യു ബെസ്റ്റ്. ഷാനിക്ക. Thank you, sir. ചേച്ചി. ശിവനന്ദ സൂപ്പർ പെർഫോമൻസ്. താങ്ക് യു മാം. ഈ പാട്ട് ഇത്ര എളുപ്പത്തിൽ പെർഫോം ചെയ്യാൻ പറ്റിയ പാട്ടേ അല്ല. ഇത് ശിവനന്ദ എടുത്തു കൊണ്ടുവന്നപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതെങ്ങനെയായിരിക്കും ശിവനന്ദ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ടെൻഷനാണോ കോൺഫിഡൻസ് ഉണ്ടാവുമോ എന്തായിരിക്കും എന്നുള്ളൊരു പിടിയില്ലായിരുന്നു. പക്ഷെ ആടിച്ച് പൊളിച്ച് പാടി. താങ്ക് യു. സൂപ്പർ. ആദ്യം മുതൽ അവസാനം വരെ എനിക്ക് ഇഷ്ടപ്പെട്ടു മോളെ. കാരണം ഇത് ഒരു വേദിയിൽ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ കൂടുതൽ പ്രഷർ ഉണ്ട്. ഏത് സ്റ്റേജിൽ പാടാൻ പോലും വളരെ ഡിഫിക്കൽട്ടാണ്. മോള് സുന്ദരിയായിട്ടുണ്ട് കാണാൻ, നല്ല ചിരിച്ച് പാടി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓർക്കസ്ട്ര സൂപ്പർ ക്ലാസ്. ഗോഡ് ബ്ലെസ് യു ഡാർലിംഗ്. താങ്ക് യു ma'am. ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. പറയൂ. ഞാൻ 2 ആഴ്ച മുന്നേ ഒരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു. ആഹാ. ഒരു ചലച്ചിത്ര ഗാനാലാപന മത്സരമാണ്. എവിടെയായിരുന്നു? നാട്ടിൽ തന്നെ. നാട്ടില്, കണ്ണൂര്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് പോയതാ. ഓ, അല്ല, ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോയതാ. പോയതാ. ഉൾക്കടിച്ചത്. ആ. സോറി. അയ്യോ. ഓഹോ, ശിവനന്ദ ഇതൊക്കെ എപ്പോഴാ സംഭവിച്ചത്? ശിവനന്ദ, ഈ നാടിൻ ശിവ 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 ശിവനന്ദ. ഉൾക്കടിക്കാൻ പോയതല്ലേ? ചെറുതായിട്ട്. ആ ശരി, ചെറുതായിട്ടല്ല, വലുതായിട്ട് തന്നെ വെച്ചു. എന്നിട്ട് എന്തായി? അപ്പം അതിലുള്ള സംഘാടകർക്ക് എല്ലാവർക്കും ഒരു ഹായ് പറയാൻ എന്റെ അടുത്ത് പ്രത്യേകം പറയാം. അത്രേ ഉള്ളൂ. നമ്മളെന്തോ വലിയ കാര്യം കേൾക്കായിരുന്നു. എന്നാ പറഞ്ഞ ഈ പറഞ്ഞ പരിപാടിയുടെ സംഘാടകർക്ക് നമ്മളെല്ലാവരും വലിയ ഹായ്. ഒരു വലിയൊരു ഹായ്. താങ്ക് യു സർ. അതിനാണോ ഈ ടെലികാസ്റ്റ് വരെ നിർത്തിച്ചത്? മാർക്സ് ചോദിക്കാം. ചോദിക്കാം. MT സർ. 9.7. താങ്ക് യു സർ. സൂപ്പർ. ഷാനിക്ക. സെയിം 9.7. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഇംപ്രൂവ്മെന്റ്. അതെ. ചേച്ചി. 9.7. താങ്ക് യു മാം. ശരത് സർ. പാറു, ആ. ഇത് പാറുവിന് വേണ്ടിയാ. ഓക്കെ, സോ ടോട്ടൽ 29.1. താങ്ക് യു. സൂപ്പർ. ശിവനന്ദ ബൈ.